രാജഭരണകാലത്തെ ഇവിടെ ആശുപത്രിയുണ്ട്. പിന്നീടത് മെഡിക്കൽ കോളേജായി മാറി. വണ്ടാനത്തേക്ക് മെഡിക്കൽ കോളേജ് മാറ്റിയപ്പോൾ വീണ്ടും ഇത് ജനറൽ ആശുപത്രിയായി. സാധാരണക്കാരായ 100 കണക്കിന് ആളുകൾ പ്രതിദിനം ചികിത്സയ്ക്കായി ഇവിടെ എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ആശുപത്രി നവീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചു. നല്ല കാര്യം. അങ്ങനെ പണിതതാണ് ആ ബഹുനില കെട്ടിടം. $100 കോടിയിലധികം രൂപ മുടക്കി ഈ ബഹുനില കെട്ടിടം പണിതിട്ട് മാസം പലതു കഴിഞ്ഞു. ഇതുവരെ ഉദ്ഘാടനം ചെയ്തിട്ടില്ല. ആലപ്പുഴ പട്ടണത്തിൽ ഈ പ്രധാനപ്പെട്ട ഒരു ആശുപത്രി നാഷണൽ ഹൈവേയെ ബന്ധപ്പെട്ട് ഇപ്പോഴും ഇത് മെഡിക്കൽ കോളേജാണെന്ന് കരുതുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പോഴും ഒരു ആക്സിഡൻറ്റ് വന്നാൽ ഓടി വരുന്ന ഒരു ആശുപത്രിയാണ്. ഇപ്പോൾ OP പോലും പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. ഒരു നൂറ്റാണ്ടോളം പഴക്കമുണ്ട് ആലപ്പുഴ നഗരസഭാ കെട്ടിടത്തിന്. കാലപ്പഴക്കവും സ്ഥലപരിമിതിയും മൂലമാണ് പുതിയ കെട്ടിടം പണിതത്. 10 കോടിയിലധികം രൂപ മുടക്കി പുതിയ കെട്ടിടം പണിത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വർഷം 4 ആകുന്നു. ഇതുവരെ ഒരു ഓഫീസ് പോലും ഇങ്ങോട്ട് മാറ്റിയിട്ടില്ല. ഇപ്പോഴും എന്തൊക്കെയോ ജോലികൾ ഇവിടെ നടക്കുന്നുണ്ട്. ജനറൽ ആശുപത്രി കെട്ടിടം അധികം വൈകാതെയും നഗരസഭാ മന്ദിരം ഓണത്തിനും പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് നഗരസഭയുടെ ഇപ്പോഴത്തെ ഉറപ്പ്. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.